അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത്, അങ്ങനെ അമ്മ പറഞ്ഞു, ഇല്ലടാ ഒരു വളയാണ് ഇപ്പോഴത്തെ മോഡൽ എന്ന് പറയുന്നത്, ഒരു വള ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ആ കബറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ ജോമെട്രിക് ബോക്സ് തുറന്നിട്ട് വീണ്ടും ഉമ്മയോട് പറഞ്ഞു, എനിക്കിതെങ്ങനെയാണ് പറഞ്ഞ് മുഴുവനാക്കേണ്ടതെന്ന് അറിയുന്നില്ല കറക്റ്റ്. നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ പാരൻസിന് കൊടുക്കാൻ കഴിയട്ടെ. പരീക്ഷ ഇങ്ങനെ അടുത്തപ്പോൾ ശരിക്കും എനിക്കൊരു സ്റ്റോറി നിങ്ങളോട് പറയണമെന്ന് തോന്നിപ്പോയി. എൻ്റെ ലൈഫ് തന്നെയാണ്. ശരിക്കും അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് എന്തോ കണക്റ്റഡ് ആവുമെന്നുള്ളൊരു തോന്നലാണ് പരീക്ഷയുടെ തലേന്നും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. കഥ ഇപ്രകാരമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. എൻ്റെ ഉപ്പ ഫിഷർമാനാണ്, അതായത് പച്ച മലയാളത്തിൽ പറയേണ്ട ഈ മത്സ്യത്തൊഴിലാളി. അപ്പോൾ ആ ഒരു സംഭവങ്ങളിൽ എപ്പോഴും അവിടുന്ന് കൂലി കൊടുക്കുക, അതായത് അധ്വാനിച്ച കൂലി കൊടുക്കുക എന്ന് പറഞ്ഞത് കരയിൽ വന്നിട്ടല്ല, കടലിൽ നിന്ന് തന്നെ ചിലപ്പോൾ ചില പൈസകളൊക്കെ അവിടുന്ന് തന്നെ കൊടുക്കും. അപ്പോൾ ഈ കടലിൽ പോകുന്നവർക്കൊക്കെ ചിലപ്പോൾ ആ ജോലിയുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ അറിയാം, ചില സമയങ്ങളിൽ ഓരോ സീസണുകളാണായിരിക്കും. ചില സമയങ്ങൾക്ക് നന്നായിട്ട് മീൻ കിട്ടും, ചില സമയത്ത് തീരെ മീൻ കിട്ടാതെ തിരിച്ചൊന്നുമില്ലാതെ നമ്മൾ പറയില്ലേ കൈമലർത്തി വരുന്ന സമയങ്ങളുണ്ടായിരിക്കും. അങ്ങനെ ഈ കൈമലർത്തി വരുന്ന സമയത്താണ് റാങ്ക് ഫയൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് A+ ഷുവർ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു റാങ്ക് ഫയൽ, അതായത് ഒരു ബുക്ക് സ്കൂളിൽ വിൽക്കാൻ വന്നു. ഏകദേശം 85 രൂപയാണ് ആ ബുക്കിൻ്റെ വില വരുന്നത്. അങ്ങനെ 85 രൂപേൻ്റെ ബുക്ക് വില എല്ലാവരും വാങ്ങാൻ ഒരുങ്ങുന്നുണ്ട്. പേര് കൊടുത്തു, എനിക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഇത് വീട്ടിൽ പോയിട്ട് പറഞ്ഞു. ഉമ്മ ഉണ്ട് തൊട്ടടുത്ത്. ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു 85 രൂപയാണ് അതിൻ്റെ പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇപ്പം ഈ 85 രൂപ കൊടുക്കാൻ നമ്മളടുത്ത് ഇല്ലല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറും കൈയോടുകൂടി കൈമലർത്തി വരുന്ന ആ ഒരു സീസണിലാണ് ഈ ഒരു ബുക്ക് എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം വന്നത്. ഇപ്പോൾ പറഞ്ഞു, എന്താ ഇപ്പോൾ ചെയ്യുക. ശരിക്കും ഇപ്പം എൻ്റെ കണ്ണുകളിലായി ഇങ്ങനെ കാണുന്നുണ്ട്, മകൻ ആദ്യമായിട്ടൊരു കാര്യം, അതും പഠിക്കാൻ വേണ്ടി ഒരു ബുക്കിന് വേണ്ടി പൈസ ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം എനിക്ക് ഉമ്മ ഒരു 100 രൂപ എടുത്തു തന്നു. 100 രൂപ എടുത്തു തന്നിട്ട് പറയും, ആ ബുക്ക് കഴിഞ്ഞിട്ടുണ്ടാവും, ഒന്നും കൂടി കിട്ടാൻ വഴിയുണ്ടോയെന്ന് വെച്ചിട്ട് ഉമ്മ 100 രൂപ എടുത്തു തന്നു. പക്ഷേ ആ 100 രൂപ എന്തോ ഒരു നനവ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ 100 രൂപ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൻ്റെ പൊരുൾ അന്ന് മനസ്സിലായില്ല, പക്ഷെ പിന്നീട് എനിക്കതിൻ്റെ പൊരുൾ മനസ്സിലായി. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നല്ല കൂടുതൽ പൈസ കൊടുക്കുക, കടലിൽ നിന്ന് തന്നെ ആ പണിയെടുക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ തലേ ദിവസം പണിയെടുത്ത പൈസ അപ്പോൾ തന്നെ കൊടുക്കും. സ്വാഭാവികമായിട്ട് കടലിൽ നിന്ന് കൊടുത്ത ആ നനഞ്ഞ നോട്ടായിരുന്നു എനിക്ക് തന്നത്. ശരിക്കും ഉണങ്ങാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ വീട്ടിൽ ആ 100 രൂപയില്ലാതെ മറ്റൊരു രൂപ പോലും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ 100 രൂപേൻ്റെ പകരം വേറെ 100 രൂപ എടുത്തു തരാമായിരുന്നു. ശരിക്കും ആ ഒരു കാര്യം ഞാൻ ഞെട്ടലോടുകൂടി, അല്ലെങ്കിൽ ആ കാര്യം എനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ എൻ്റെ 2 കണ്ണ് നിറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ ഒരു മൊമെൻ്റ് മുന്നോട്ട് കൊണ്ടുപോയത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ഈ ഒരു സ്റ്റോറി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യട്ടെ, ടേൺ ചെയ്യട്ടെ നിങ്ങളുടെ ലൈഫിലേക്ക്. അതായത് എക്കണോമിക്കലി പിന്നോക്കമുള്ള കുറച്ച് കുട്ടികളുടെയും കൂടി ലൈഫിലേക്ക് കണക്റ്റഡ് ആവുന്ന ഒരു ചെറിയ സ്റ്റോറി കൂടി. എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞപ്പോൾ തോന്നുന്നു ഫാർമസി കോഴ്സ്, അതായത് B.Pharm പോകാൻ വേണ്ടിയിട്ട് ഏകദേശം 3-4 ലക്ഷം രൂപ അതിൻ്റെ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 45,000 രൂപ അടക്കണം എന്ന് പറഞ്ഞു. കാരണം 45,000 രൂപ അടക്കാൻ എവിടെ നിന്ന് എൻ്റെ കയ്യിൽ ഒരിക്കലും ഉണ്ടാവില്ല, നമ്മുടെ വീട്ടുകാരുടെ കയ്യിലും ഉണ്ടാവില്ല. ഞാൻ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ പറഞ്ഞല്ലോ. അങ്ങനെ ഉമ്മ അതെന്ത് ചെയ്തു, അപ്പോൾ ഉമ്മൻ്റെ കയ്യിൽ 2 വളയുണ്ട്. അപ്പോൾ ഉമ്മ അതിൽ നിന്ന് ഒരു വള എടുത്തിട്ട് പറഞ്ഞു, ഈ വള നമുക്ക് കൊണ്ടുപോയിട്ട് ബാങ്കിൽ പണയം വെക്കാം, അല്ലെങ്കിൽ വിൽക്കാമെന്ന് പറഞ്ഞു. പണയം വെച്ചാൽ ചിലപ്പോൾ അന്നത്തെ റേറ്റിന് ഒരു വള വിറ്റ് കഴിഞ്ഞാൽ വള ബാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര പൈസ കിട്ടില്ല. അപ്പോൾ പറഞ്ഞു വള വിറ്റാളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു, ഹേയ് വള വിൽക്കൊന്നും വേണ്ട, ആകെ 2 വളമുള്ളൂ, അതിലൊന്ന് വിൽക്കാൻ പറ്റുമെന്നുള്ളത്. ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട് ഇത് പറയുമ്പോൾ തന്നെ, കാരണം നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഉമ്മ പറഞ്ഞു, ഇല്ലടാ ഒരു വളയാണ് ഇപ്പോഴത്തെ മോഡൽ എന്ന് പറയുന്നുണ്ട്, ഒരു വള ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ ആ ചെറുപ്പത്തിൽ എന്ത് ചെയ്തു, നമുക്ക് പഠിക്കാൻ പോകുന്നുള്ള ആഗ്രഹത്താൽ ഞാൻ എന്ത് ചെയ്യാണ്, ഉപ്പ വള വാങ്ങിയിട്ട് അത് ക്ലിയർ ആക്കി തരാണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഉമ്മ തന്ന ഒരു വള മാത്രമായിരുന്നു ഗോൾഡ്, മറ്റേ എന്താ പറയുക, റോൾഡ് ഗോൾഡ് എന്ന് പറയില്ലേ നമ്മൾ, 6 മാസത്തെ ഗ്യാരണ്ടി, 6 മാസത്തിനുള്ളിൽ കളർ പോയി കഴിഞ്ഞാൽ മാറ്റിത്തരുമെന്ന് പറഞ്ഞ് ആ സാധനമായിരുന്നു. അന്ന് ഞാൻ ഉമ്മക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മ ഇനി ഒരിക്കലും നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം വരില്ല. സാമ്പത്തികമായിട്ട് കാരണം ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാന്നുള്ളതല്ല, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ വള വിറ്റത്, എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. ആ വാക്ക് ഞാൻ
പാലിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ആ ഒരു കാര്യത്തിൽ ഞാൻ സക്സസ് ആണ്. ഞാൻ ഉമ്മയുടെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉമ്മൻ്റെ കയ്യിൽ അത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത്, അന്ന് വിറ്റ വളയില്ലേ അതേ സ്റ്റൈലിനേക്കാളും ഒരു പടി മുന്നിലുള്ള വള പോയിട്ട് ഉമ്മ ഒന്ന് പോയി എടുക്കണം. അതായിരുന്നു ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. മറ്റൊരു കഥ കൂടി പറഞ്ഞിട്ട് ഇത് നമുക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. എനിക്കറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളിത് മുഴുവനാക്കോ എന്നറിയില്ല. ഇതിൻ്റെ ബാക്കി എവിടെ എന്ന് നിങ്ങൾ ചിലപ്പം മനസ്സിലിങ്ങനെ അലയൊലി ഇടുന്നുണ്ടായിരിക്കും. ഞാനൊരു ട്യൂഷനിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി ജോമെട്രിക് ബോക്സിൽ ആ കുട്ടിയുടെ ഉമ്മയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ കുട്ടി അത്ര വലിയ പഠിത്തമൊന്നുമില്ല, സ്റ്റഡി എനിക്കും അറിയില്ല, 10A+ എത്തുന്നൊന്നും എനിക്കൊരു യാതൊരു പ്രതീക്ഷയില്ല. 2A+ഓ 3A+ഓ കിട്ടിയാൽ കിട്ടിയെന്നുള്ള ആ ഒരു രീതിക്കാണ് ആ കുട്ടി മോഡൽ എക്സാം വരെ കിട്ടിയത്. പക്ഷേ ഞാൻ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ A+ അനുമോദന ചടങ്ങിന് പോയപ്പോൾ ആ കുട്ടി ആ വേദിയിലുണ്ട്. ഞാൻ ആ കുട്ടിയുടെ റിസൾട്ട് നോക്കിയപ്പോൾ 8A+ഉം 2A. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, മോളെ 8A+ കിട്ടിയില്ലേ ഉഷാർ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ കുട്ടി പറഞ്ഞു, സാർ ഉഷാർ പറഞ്ഞതിൻ്റെ പിന്നിലൊരിതില്ലേ, എനിക്ക് 8A+ പോയിട്ട് 3A+ പോലും കിട്ടില്ല എന്ന് സാറിൻ്റെ മനസ്സിലില്ലേ? സാറിൻ്റെ മനസ്സിൽ മാത്രമല്ല, ഒരുപാട് സാർമാരെ മനസ്സിലുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ അന്ന് ജോമെട്രിക് ബോക്സിൽ എൻ്റെ ഉമ്മയുടെ ഫോട്ടോ കണ്ടില്ലേ. ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു റിസൾട്ട് വാങ്ങണേ മോളെ, നല്ലൊരു റിസൾട്ട് വാങ്ങണമെന്ന്. എനിക്ക് പഠിക്കാൻ മൂഡ് വരാതിരിക്കുമ്പോൾ ഞാൻ ജോമെട്രിക് ബോക്സ് ഇങ്ങനെ തുറന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മയെ നോക്കും. ചിലപ്പോൾ കണ്ണ് നിറയുമ്പോൾ ഉമ്മ എന്നോട് പറയുന്നൊരു വാക്ക് കൂടിയുണ്ട്, കരയരുത്. എനിക്ക് സന്തോഷമാവുന്നത് നീ കരയാതിരിക്കുമ്പോഴും നിൻ്റെ റിസൾട്ട് കാണുമ്പോഴാണ്. ഈ 8A+ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ആ കബറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ ജോമെട്രിക് ബോക്സ് തുറന്നിട്ട് വീണ്ടും ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് 8A+ഉം 2A ആണ്. 2A എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഉമ്മ ഭയങ്കര സന്തോഷവാനാണെന്നാണ് പറയുന്നത്. ഉമ്മ ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ. സമയം വളരെ കുറവാണ്. എനിക്കിതെങ്ങനെയാണ് പറഞ്ഞ് മുഴുവനാക്കേണ്ടതെന്ന് അറിയുന്നില്ല കറക്റ്റ്. എല്ലാവരും ലൈഫ് അടിപൊളിയാക്കിയിട്ട് പഠിക്കുക. നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ പാരൻസിന് കൊടുക്കാൻ കഴിയണം. നിങ്ങളെ കൊണ്ടല്ലാതെ ആർക്കാണ് പാരൻസിനെ ഇത്രയേറെ ഹാപ്പി മൊമെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റുക? അടിപൊളിയാക്കടാ. ലൈഫ് കളർഫുൾ ആവട്ടെ.